കോട്ടയം ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം 2012 ശേഷം ബാങ്ക് വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്തും ചെയ്യുന്നു. ടോബി, ഈ പറഞ്ഞതുപോലെ തിരോധാനമുണ്ട്, കൊലക്കേസുണ്ട്. ഈ കേസിലൊക്കെ എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ സെബാസ്റ്റ്യൻ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യലിനോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കേസുകൾക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ്സ് ഉണ്ടാക്കാനാണോ ശ്രമം? സുഹൈൽ, തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന വിഷയം കേസ് എന്ന് പറയുന്നത് ജൈനമ്മ കേസാണ്. ആ കേസിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കൊലപാതകം നടന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺഫെഷൻ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ പോലും പ്രധാനമായിട്ടുമുള്ള തെളിവുകൾ, അതായത് ഈ കൊലപാതകം നടന്നു എന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അവർ പങ്കുവെക്കുന്നത്. അതാണ് ഈ അന്വേഷണത്തെ ഇത്ര പെട്ടെന്ന് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും. ഏതായാലും ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൻ്റെയൊക്കെ മോട്ടീവ് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ലാഭം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം ചെയ്യുന്നത്. 2012 ശേഷം, അതായത് ഈ ബിന്ദു തിരോധാനത്തിന് ശേഷം ഈ സെബാസ്റ്റ്യൻ പണമിടപാടുകൾ ബാങ്ക് വഴി നടത്തുന്നില്ല എന്നൊരു കാര്യം കൂടി അന്വേഷണ സംഘത്തിന് മുൻപാകെ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പണമിടപാടുകൾ നേരിട്ട് പണം നൽകിയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ചേർത്തലയിലെ ഒരു ഗൃഹോപകരണശാലയിൽ ഒരു ഷോപ്പിൽ ഒരു തെളിവെടുപ്പ് നടന്നത്. അവിടെ നിന്നും ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അങ്ങനെ ഈ പണം ചെലവഴിച്ചത് എവിടേക്കാണെന്ന് അന്വേഷിക്കുകയാണ് അന്വേഷണ സംഘം. എന്തായാലും ഈ കേസിൽ ഈ വരും ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൈൽ, ഒരു വശത്ത് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നു, മറുവശത്ത് ചേർത്തലയിലെ സ്വന്തം വീട്ടിലും സഹോദരന്റെ വീട്ടിലുമൊക്കെ കുഴിച്ച് പരിശോധന നടത്തുന്നു. അതിനപ്പുറത്ത് മറ്റൊരു വശത്ത് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. എല്ലാം ചേർത്ത് കൺഫെഷൻ നടത്താത്ത പ്രതിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ കണ്ടെത്തുക എന്ന ഊർജിത അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്.